ഇത് സാധാ പൂജയില്ല, അറബിൽ. ഇതിലോട്ട് ആദ്യമായിട്ടായോണ്ട് ഏതിലോട്ടെന്നല്ല ഇതിലോട്ട് മൂവിയിലോട്ട് 2022 ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതാണ് ബേസിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ. അപ്പൊ അന്നത്തെ ആ ഒരു ഹ്യൂമൻ സാക്രിഫൈസ് സിനിമയിലേക്ക് എത്തുന്ന വന്നിട്ട് ജിറ്റ നമ്മുടെ ഫ്രണ്ടാണ്. നമ്മളൊക്കെ മോഡലിംഗ് ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്. പുള്ളിക്കാരത്തി ആ ഒരു ബേസിൽ ഈ ഇന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ നിന്റെ സെയിം ക്യാരക്ടറാണ്, നീ വന്നോ, നീ ജസ്റ്റ് ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. എവിടെ ജിറ്റ എവിടെ അഭിനയിക്കരുതെന്ന് പറഞ്ഞു. നമ്മുടെ ചിലർക്ക് ബിഗ് ബോസ് സിനിമയ്ക്ക് എത്താൻ വേണ്ടിയാണ് സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ ഇങ്ങനെ അറിഞ്ഞിരുന്നത്. ഉള്ളതാണ്. ചിരിക്കുന്നുണ്ട്, ഇവളും സെയിം ആണ്. ആണോ? അപ്പൊ അതാണ് ഞാനെന്ന് പറയുമ്പോ കാരണം എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ചോദിക്കണം എന്ന് ചോദിച്ചിട്ടുള്ള ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല, എങ്കിലും ചോദിക്കണം എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അങ്ങനെ കൊടുക്കാറുണ്ടോ? ചോദിക്കുമ്പോ കൊടുക്കാം. അഭിനയിച്ചാൽ കൊള്ളാവും, നീ ആയിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞില്ലല്ലോ. ഇവർക്ക് തിരുവനന്തപുരത്ത് വന്നിട്ടൊന്നുമില്ല. അത് പുള്ളിയുടെ ഒരു അലൂസിനേഷൻ ആണെന്നാണ് എന്റെ ഇപ്പോഴത്തെ ധാരണ. ഒരിക്കലും അദ്ദേഹം പക്ഷെ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഹോളിവുഡിലേക്ക് നമ്മൾ അങ്ങനെ അതൊരു അങ്ങനെ എന്റെ ഈ ലോസ്റ്റ് വേൾഡ് എന്നാണ് സിനിമയുടെ എന്റെ വേൾഡ് ലോസ്റ്റ്. അപ്പൊ സാർ ആ വിധേയന്റെ നായകനായി നിൽക്കുന്ന സമയത്ത് അന്ന് വില്ലൻ മമ്മൂക്കയായിരുന്നു. പക്ഷെ അന്ന് മമ്മൂക്ക താരപദവിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്താണ് ഒരു വില്ലൻ വേഷം ചെയ്യുന്നത്. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും വീണ്ടും വില്ലൻ വേഷങ്ങളാണ് വീണ്ടും തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളി മിടുക്കനാണ്, ഭയങ്കര മിടുക്കൻ. അതുപോലെ തന്നെ ഈ റെൻഡറിങ്ങിന്റെ കാര്യത്തിൽ ഡയലോഗ് ഓരോ കഥാപാത്രത്തിനനുസരിച്ച് വിജയനിലുള്ള റെൻഡറിങ്. ആദ്യത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ സിനിമയാണല്ലോ. അല്ലേ, ഇത് മൂന്നാമത്തെ സിനിമ. അത് അങ്ങനെയാ വേണ്ടത്. ഇപ്പൊ നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്റെ നാച്ചുറൽ ആക്ടിങ് അല്ല വേണ്ടത്. ആ കഥാപാത്രത്തിന് ഒരു നാച്ചുറൽ ഇതുണ്ടാവും, സ്വഭാവമുണ്ടോ, അതിനനുസരിച്ചുള്ള ആക്ടിങ് ആണ്. ഇപ്പോ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. ഐ കാൻ ട്രൈ ഇറ്റ് ഹിയർ. ഇഫ് ഐ ഗോ ദർ ഇസ് ലൈക്ക് ഒരു മാൻഡേറ്ററി ആണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, വേറെ വഴിയില്ല. ഐ ഹാവ് ടു സർവൈവ് ദർ. അങ്ങനെ 10 ദിവസം മുന്നേ ഔട്ടായാലും അതന്നെ ഇവള് 10 ദിവസം വേണ്ട, ഇവള് ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങിക്കോന്ന് എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ അഗ്രഷൻ തന്നെ വെക്കാറും. സിനിമ ടെക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷമായിട്ടുള്ള കിരാത എന്ന സിനിമയുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവരാണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. നമുക്ക് അവരോട് സിനിമയുടെ മറ്റു വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഈ ടൈറ്റിൽ ഭയങ്കര പെക്യുലർ ആണ്. കിരാത എന്ന് നമ്മളിതിന് മുന്നേ കിരാത കേട്ട് പരിചയമില്ലാത്ത പോലൊരു വാക്കാണ്. അപ്പം എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ആ ഒരു പർട്ടിക്കുലർ വേർഡിന് ഈ സിനിമയായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുക? കിരാത എന്ന് പറയുമ്പം ഒരു ഡെവിൾ ഞാൻ നോക്കിയപ്പം വേറൊരു ഫോം ഓഫ് ശിവൻ എന്നൊക്കെയാണ് ഗൂഗിളിൽ കാണിച്ചത്. അങ്ങനത്തെ ഒരു സംഭവം. ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ കുറച്ച് ആളുകൾ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതൊക്കെ ആയിട്ട് എന്തെങ്കിലും ആണോ? ഇതിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? ഓക്കെ. അപ്പം ഇതിലിപ്പം നമ്മോട് ചേരുന്നത് ഇപ്പം അൻവർ ഇല്ല, അൻവർ, അതുല്യ ആൻഡ് സച്ചിൻ, അതുപോലെ തന്നെ ഗോപകുമാർ സാറാണ്. അൻവറിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ ഒരു സിനിമ? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു അത്? ഇതുപോലെ കുറച്ച് ഡാർക്ക് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ പോലത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. അതിൽ എത്ര നന്മയില്ലല്ലോ. അല്ല, കൊള്ളായിരുന്നു. അത്യാവശ്യം ഇതിലോട്ട് ആദ്യമായിട്ടായോണ്ട് ഏതിലോട്ടെന്നല്ല മൂവിയിലോട്ട് ആദ്യമായിട്ടായോണ്ട് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ
കൂടെയുള്ള ആക്ടേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ പോലെ. ഇവളെ പോലെ അത് ഒട്ടും സപ്പോർട്ടീവ് അല്ലായിരുന്നു. ഇവളാണ് എന്നെ മാക്സിമം തെറ്റിപ്പിക്കുന്ന ഇവളാണ്. ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ടാ ആയിരുന്നു. പിന്നെ അത്യാവശ്യം എൻജോയ് ചെയ്ത ഒരു ആ ലൊക്കേഷൻ ആയാലും ഭയങ്കരമായിട്ട് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റി. എവിടെയൊക്കെയായിരുന്നു കൂടുതൽ ലൊക്കേഷൻസ് ഒക്കെ? കോന്നി തന്നെയാണ് കൂടുതലും, കോന്നിയിൽ തന്നെയാണ്. പിന്നെ പത്തനംതിട്ട എല്ലാം. പത്തനംതിട്ട എലന്തൂർ ആ ഭാഗത്താണോ? എലന്തൂർ, അച്ചൻകോവിൽ കൊല്ലമല്ലേ? പത്തനംതിട്ട. പിന്നെ ഇയാള് കൊല്ലല്ലേ? അതെ, അതുകൊണ്ടായിരിക്കും. അപ്പം എന്നിട്ട് ഒരു ആദ്യത്തെ എൻട്രി ആയിരുന്നല്ലോ സിനിമയിലേക്ക്. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെയും അതുല്യയുടെ ഞാന് എൻ്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് മൂവിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രൈം ത്രില്ലർ ആണെങ്കിലും അഭിനയിക്കുമ്പോൾ മാത്രം ആ ഒരു ക്രൈം ആ ഒരു വൈബ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി അല്ലെങ്കിൽ ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം നല്ല ഫ്രണ്ട്ലിയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കോ ആക്ടേഴ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്ത്. ഗോപകുമാർ സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഇപ്പൊ ഇത്ര ഒരു എനിക്ക് ഇവരുടെ കൂടെ അവസരം കിട്ടി, രക്ഷപ്പെട്ടു. എനർജറ്റിക് ആക്റ്റീവ് ആയിരിക്കില്ലേ, ഇതിനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുമല്ലോ അവിടെ. അയ്യോ അത് ഭയങ്കര ആക്റ്റീവ്. ആദ്യത്തെ കൂടെ കൂടാൻ പറ്റില്ല, എനിക്ക് വേറെ സീനായി പോയി. നമ്മള് മിസ് ചെയ്ത് ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ആക്ടറിനോട് ചെയ്യാൻ പറ്റാഞ്ഞതിൽ ഭയങ്കര വിഷമമുണ്ട്. രണ്ടുപേരും നേരെ പുറത്ത് നിന്ന് പഠിച്ചിട്ടെങ്ങാനും വന്ന് പറയാം. നമ്മളെ വൈബ് സെയിം ആണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും. ഇവർ രണ്ടുപേരും കൂടി ഈ പാവം പിടിച്ച് സച്ചിനെ ഒറ്റപ്പെടുന്നതായിട്ട് ആക്ച്വലി മൂവിയിലെ ക്യാരക്ടേഴ്സും ഇതേപോലെ തന്നെയാണ്. ഞങ്ങൾ മൂവിയിൽ കൂടുതലും ആക്റ്റീവ്. അവൻ ഭയങ്കര സൈലന്റ് ആയി പിന്നെയാണ് മൂവിയിലും വരുന്നത്. ആക്ച്വലി ഞങ്ങളെ കാസ്റ്റ് ചെയ്തതും ആ രീതിയിൽ തന്നെയാണ്. ലൈക്ക് ഞങ്ങൾ ഒന്നായി സംസാരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ക്യാരക്ടറും ആളങ്ങനെ അധികം സംസാരിക്കുന്ന ആൾക്ക് ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ. അത് റിയൽ ലൈഫിലും ഇതിലും എല്ലാത്തിലും അതേപോലെ തന്നെയായിരുന്നു. പർട്ടിക്കുലർലി എന്തായിരിക്കും സിനിമയുടെ പ്ലോട്ട് എന്ന് സാറിന് പറയാൻ പറ്റും? അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്മൾ എത്ര നല്ലവരാണെന്ന് പറഞ്ഞാലും നമ്മൾ മനസ്സുകൊണ്ട് പലപ്പോഴും, നമ്മളെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, നമ്മളൊരു സൊസൈറ്റി ആസ് എ സൊസൈറ്റി നമ്മൾ പലപ്പോഴും നമ്മൾ ചീത്ത കാര്യങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്, നല്ല കാര്യങ്ങളല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 നേരം കുളിക്കും, 3 പേപ്പർ വായിക്കും, പത്രം വായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടില്ല, നമ്മുടെ മൈൻഡ് കൊണ്ട് സിവിലൈസ്ഡ് ആയിട്ടില്ല. അതിപ്പോഴും പ്രാകൃതമായ കാര്യങ്ങളിൽ മുഴുകിക്കിടക്കുകയാണ്, തെറ്റിദ്ധാരണകളിൽ മുഴുകിക്കിടക്കുകയാണ്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് അത് മറ്റുള്ളവർക്ക് നിരുപദ്രവകരമാണെങ്കിൽ കുഴപ്പമില്ല, ഇത് ക്രൈമാണ് ചെയ്യുന്നത് തെറ്റിദ്ധാരണ കൊണ്ട്. അതാണ് പ്രശ്നം. അത് ആരും ചെയ്യരുത് എന്നുള്ള ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. 2022 ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതാണ് ബേസിക് ആയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ അപ്പൊ അന്നത്തെ ആ ഒരു ഹ്യൂമൻ സാക്രിഫൈസ് അതെ പരിപാടി ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട്. അതൊക്കെ പണ്ടാണ്. നമ്മൾ ഇത്രയും പിന്നെ ഡെവലപ്ഡ് ആണെന്ന് നമ്മൾ പറയുമ്പോഴാണ് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020 അതും കേരളത്തിൽ. പണ്ട് ഡാം ഒക്കെ കെട്ടുമ്പോൾ ഡാമിന് ഉറക്കാൻ വേണ്ടി ഡാമിന്റെ അടിയിൽ ഒരാളെ കുരുതി കൊടുക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്ധകാലത്താണ്. ഇപ്പോ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇപ്പോഴും വളർന്നിട്ടില്ല എന്ന് മനസ്സിലാവും, പഠിച്ചിട്ടില്ല. ഇപ്പം ഈ ഒരു കഥയില് അൻവറിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എത്രത്തോളം ഇൻഫ്ലുവൻസ്ഡ് ആണ്? അത്ര നീ മാറിയിരുന്നു. ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാ ഇപ്പൊ നമ്മളൊരു കോളേജ് സ്റ്റുഡൻസ് ആണ്, 6 പേരുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ ഇല്ല. നമ്മളുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിലും ഈ മൂവിയിലും ഉള്ളത്. അതായത് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, നമ്മള് ജസ്റ്റ് ഒന്ന് ഡയലോഗ് പറഞ്ഞാൽ മതി. പിന്നെ ആദ്യം നമുക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ ആകുമ്പോൾ അത് ഓക്കെ ആയി. ഇപ്പം നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഇല്ലല്ലോ അല്ലേ സാർ? ഗോപാലുള്ള കോമ്പിനേഷൻസ് ഇല്ല. നമ്മുടെ നിങ്ങൾക്കൊരു ആദ്യമേ കാസ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു? അതായത് ചിലപ്പോൾ ഉണ്ടായിരുന്നു. നമ്മള് വിചാരിച്ചു നമ്മള് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. സോ സീനിയേഴ്സ് ആകുമ്പോൾ കുറച്ചുകൂടി ടേക്ക് ഒക്കെ പോകുമ്പോൾ ദേഷ്യപ്പെടുന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് അവന്റെ കൂടെ കൂടുതലും നീന കുറുപ്പ് മാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ അരിസ്റ്റോട്ടിൽ സുരേഷ് സാറും വൈകേച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ രജിത്തായിരുന്നു
നല്ല സപ്പോർട്ടീവ്. നമ്മളധികം ടേക്കൊന്നും പോകാറില്ല, പക്ഷെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങില് 2-3 ടേക്ക് ഒക്കെ പോയി, പിന്നെ പിന്നെ സ്റ്റാർട്ടിങ്ങില് പിന്നെ ഫൈനൽ ടേക്കിൽ നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കും. അതെ ഞാൻ ഓക്കെയാണ്, ഇവളാണ് ഫുള്ള്. അത് ശരി, ഇവര് അധികം സീരിയസ് ഉണ്ടായിരുന്നില്ല. ഇവരെ നമുക്ക് മാറ്റി നിർത്തിയാലോ. ഓക്കെ, അപ്പൊ എന്നിട്ട് എങ്ങനെയായിരുന്നു ഇതിലേക്ക് എത്തുന്നത്? എങ്ങനെ സിനിമയിലേക്ക് എത്തുന്ന വന്നിട്ട് ജിറ്റ നമ്മുടെ ഫ്രണ്ടാണ്. നമ്മളൊക്കെ മോഡലിംഗ് ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഡയറക്ടറിന്റെ വൈഫ്. അപ്പം സ്ക്രിപ്റ്റ് റൈറ്ററും. ഓക്കെ, അപ്പം പുള്ളിക്കാരത്തിക്ക് പേഴ്സണലി നമ്മുടെ ക്യാരക്ടർ അറിയാം, കാരണം നമ്മൾ ഒത്തിരി ഷോ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ആ ഒരു ബേസിൽ ഇത് ഈ ഇന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ, നിന്റെ സെയിം ക്യാരക്ടറാണ്, നീ വന്നോ, നീ ജസ്റ്റ് ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. എവിടെ ജിറ്റ എവിടെ? ദയവീത് ചെയ്യരുത്, ഇവര് ടിക്ടോക്ക് അഭിനയിച്ചാൽ കൊള്ളാവും, നീ ആയിട്ട് നിന്നാ മതി എന്ന് പറഞ്ഞു. മിണ്ടരുതെന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ വന്നു എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടി, ഒത്തിരി പേരെ പരിചയപ്പെടാൻ പറ്റി. അവിടെ നിന്ന് കിട്ടിയ ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജിറ്റയുടെ അല്ലെങ്കിൽ റിവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ജിറ്റയുടെ റിവ്യൂ നല്ല അറിയാതെ ചെയ്തതാണ്. ജിറ്റ ഇനി മേലാൽ വിളിക്കത്തില്ല. അങ്ങനെ ജിറ്റയ്ക്ക് ഹാപ്പി ആയിരുന്നു നമ്മുടെ ഫൈനൽ ഔട്ട്കം. ലൈക്ക് ഓക്കെ, ഹാപ്പിയാണ് അങ്ങനെ അല്ലേ? ആയിരിക്കും. എന്റെ കാര്യത്തില് ഞങ്ങളും അതേപോലെ തന്നെ മൂവി വന്നത് ഈ മോഡലിംഗ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. സെയിം ഇതേ ഡയലോഗ് പറഞ്ഞത് മതി. ഇതേ ഡയലോഗ് പറഞ്ഞേക്ക് നിന്റെ സെയിം ക്യാരക്ടർ പോലത്തെ ഒരു സംഭവം തന്നെയാണ് എനിക്ക് വെച്ചിരിക്കുന്നത്, അതേപോലെ ചെയ്താൽ മതി. ഞാൻ നന്നായി ഡാൻസ് കളിക്കുന്നതുകൊണ്ടും എനിക്ക് കൂടുതൽ അങ്ങനെയൊക്കെ പറയും. എനിക്ക് കുറച്ച് ഡാൻസിന്റെ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ വന്ന ഉടനെ ആക്ടിങ് ആയിരുന്നില്ല, പ്രാക്ടീസ് ആയിരുന്നു ഡാൻസിന്റെ ഒക്കെ. അപ്പൊ തന്നെ നമ്മളെല്ലാരും കുറച്ച് കമ്പനിയായി. ഒരേ വീട്ടിലാണ് നമ്മളെല്ലാരും സ്റ്റേ ചെയ്യേണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ കോ ആക്ടേഴ്സിനോടൊക്കെ നമ്മൾ നല്ല കമ്പനിയായി. അപ്പൊ നമ്മൾ അവരുടെ കൂടെ ആക്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരുന്നു. നിങ്ങൾ താമസിച്ച വീട്ടിലല്ലായിരുന്നു ഈ പുള്ളി? അതെ അതെ. ആളെങ്ങനെ അറിയോ, ആള് വീട്ടിലാണെങ്കിലും ഒന്നിന് ക്രിക്കറ്റ് കാണും, അല്ലെങ്കിൽ ഒരു മൂല ഇങ്ങനെ തന്നെയാ. നല്ല കാര്യം. ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടെ ചിലരൊക്കെ ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടിയാണ് സിനിമയിലേക്ക് എത്തുന്നത് ഞാനിങ്ങനെ അറിഞ്ഞിരുന്നത്. ഉള്ളതാണ്. ചിരിക്കുന്നുണ്ട്, ഇവളും സെയിം ആണ്. ആണോ? ഞാനെന്ന് പറയുമ്പോ ഞങ്ങൾ ആഗ്രഹം ഒരുമിച്ച് പോകണം, ഞങ്ങൾ ഒരുമിച്ച് പോകണം. അതെ, ഒരുമിച്ചാണ്, പക്ഷെ നടക്കട്ടെ. പക്ഷെ എന്തെന്ന് വെച്ചാ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ എല്ലാ സീസണും മുടങ്ങാതെ കാണുന്ന ഒരാളാണ്. അപ്പം മാക്സിമം ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുമായിരിക്കും. ഗോപകം സാറിന്റെ അടുത്ത് ഇപ്പൊ ആദ്യമായിട്ട് ഇനിഷ്യലി ആരാണ് ഈ ഐഡിയ പിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റോറിയെ പറ്റി ആദ്യമേ വന്ന് പറയുന്നത്? ആണോ? കേട്ടപ്പോ തന്നെ ഇത് ചെയ്യണം എന്നുള്ള ഒരു സോഷ്യൽ അവയർനെസ് ഫാക്ടർ ഉള്ളതുകൊണ്ടാണോ? ഫൈനൽ സ്റ്റേജിലാണ് ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു അഡീഷണൽ സീൻസ് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ വരുന്നത്. അത് ഈ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെയും പുറത്താണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ഞാനില്ലെങ്കിലും ഈ സിനിമ നന്നായിട്ട് പോകും, കാരണം ഇവരൊക്കെയാണ്. സാർ അൾട്ടിമേറ്റ്ലി ഒരു കഥ തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു ഫോമാറ്റ്. അങ്ങനെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ വലിയ അവസരങ്ങളില്ല. നമ്മള് കുറെയൊക്കെ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകാനേ പറ്റുള്ളൂ. പിന്നെ നമ്മള് ഒരു വളരെ കമാൻഡിങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഇത് കിട്ടും. ഞാൻ സാറിനെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ചോദിക്കണം എന്ന് ചോദിച്ചിട്ടുള്ള ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, എങ്കിലും ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ള കാര്യമാണ്. അതായത് അങ്ങനെ കൊടുക്കാറുണ്ടോ? ചോദിക്കുമ്പോ കൊടുക്കാം. പൈസ ഒഴിച്ച് എന്തും ചോദിച്ചു. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കണം എന്ന് തോന്നില്ല. ഞാൻ മുമ്പ് തിലകൻ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ സാറ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് സ്പിൽബർഗ് വന്നിട്ടുള്ളപ്പോൾ സാറിനെ ആദ്യമേ ജുറാസിക് വേൾഡിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം. അതിന്റെ ഒരു കറക്റ്റ് സ്റ്റോറി തിരുവനന്തപുരത്ത് വന്നിട്ടൊന്നുമില്ല, അത് പുള്ളിയുടെ ഒരു ഹലൂസിനേഷൻ ആണെന്നാണ് എന്റെ ഇപ്പോഴത്തെ ധാരണ. ഓക്കെ. ഒരിക്കലും അങ്ങനെ. പക്ഷെ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്, കാരണം ഹോളിവുഡിലേക്ക് നമ്മൾ ലോസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന സിനിമ സെക്കൻഡ് പാർട്ട് അതിന്റെ കാസ്റ്റിംഗിൽ ഒരു ഇന്ത്യൻ ക്യാരക്ടർ ഉണ്ട്. ഇന്ത്യക്കാരനായ ഒരാൾ, ഇന്ത്യൻ വംശജനായ ഒരാൾ ചെയ്യണം.
അപ്പോൾ അത് പല പേരുകൾ ഇവിടെ അതിന് കാസ്റ്റിംഗ് ഏജൻ്റായിട്ട് ഇവിടെ ബോംബെയിൽ ഒരു ഡക്കുന എന്ന് പറയുന്ന ഒരു മാഡം ആയിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ കാസ്റ്റിങ്ങിനാണ്. അപ്പോൾ അവർക്ക് എന്നെ അറിയാമായിരുന്നു ഇൻ ദ സെൻസ് പല പിന്നെ ഈ സിനിമകളെല്ലാം ഒരുപാട് ഫെസ്റ്റിവൽസിനെല്ലാം കാണുന്ന ആളാണ്. പിന്നെ ഈ വലിയ ഡയറക്ടേഴ്സിന് അടൂർ സാർ അടക്കമുള്ള എല്ലാ ഡയറക്ടേഴ്സിനെയും കാണുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഈ സിനിമ വിജയൻ എന്ന് പറഞ്ഞ സിനിമ അവിടെ സബ് ടൈറ്റിലിങ്ങിന് ബോംബെ പോയപ്പോൾ അന്ന് അവിടെ സൗകര്യം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് നിന്നുള്ളത്. ബോംബെ പോയപ്പോൾ ഇവർ ആ ഫിലിം കണ്ടു. അങ്ങനെ പല പേരുകൾ അയച്ച കൂട്ടത്തിൽ എൻ്റെ പേരും കൂടെ ഇതിനു വേണ്ടി അയക്കുന്നു. അത് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സൊക്കെ ഒരുപാട് ടൈം എടുത്തു അവർ. അപ്പോൾ അവസാനം ലാസ്റ്റിൽ എന്നെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് പോകാനായിട്ടുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈയിൽ അന്ന് മദ്രാസ് അവിടെ പോയി ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ദിവസവും അവർ വിളിക്കും, വെയിറ്റ് ദെയർ, യുവർ പേപ്പേഴ്സ് ആർ ബീങ് ഫൈനലൈസ്ഡ് എന്ന് പറഞ്ഞ്. കാരണം രാത്രിയിലാണ് വിളിക്കുന്നത്. നമ്മുടെ രാത്രി എന്ന് പറഞ്ഞാൽ അവരുടെ പകലാണ്. ഞാൻ ഒരു ദിവസം രാത്രി വിളിച്ച് പറഞ്ഞു, സോറി വി ആർ നോട്ട് ഏബിൾ ടു ഫൈനലൈസ് യുവർ പേപ്പേഴ്സ്, സോ വിൽ ഹാവ് ടു ലൂസ് ദിസ് ചാൻസ്. അങ്ങനെ അങ്ങനെ എൻ്റെ ഈ ദ ലോസ്റ്റ് വേൾഡ് എന്നാണ് സിനിമയുടെ പേര്. എൻ്റെ വേൾഡ് ലോസ്റ്റ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയൊരു അടയാളമായിട്ട് മാറേണ്ട ഒരു കഥാപാത്രമായനല്ലേ ജുറാസിക്? തീർച്ചയായിട്ടും നമ്മൾ ലോക സിനിമയുടെ ഭാഗമാകും. സ്പിൽബർഗ് എന്ന് പറയുന്ന ഡയറക്ടർ എല്ലാ ഫിലിമും ഓസ്കാറിന് പോവുകയും പല പ്രാവശ്യം ഓസ്കാറിന് അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ലോകത്ത് 1-ാം നമ്പർ ഡയറക്ടർ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരാളുടെ പടത്തിൽ അഭിനയിക്കുക, അത് കാസ്റ്റിങ്ങിന് വേണ്ടി വിളിച്ചു, എന്നെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. അത് തന്നെ ഇപ്പൊ ഒരു വാർത്തയിൽ ഇപ്പത്തെ ചോദിക്കുന്നില്ല, എത്ര വർഷത്തിന് ശേഷം 30 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊരു ഭാഗ്യം, ആ ഭാഗ്യം പോയി സാറിന്. പക്ഷേ എങ്കിലും അങ്ങനത്തെ ഒരു വലിയൊരു നിർഭാഗ്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും സാറിന് ഇപ്പോൾ അടൂർ സാറിന്റെ പടത്തിൽ നായകനാകും, വിധേയനിലെ നായകനായി എത്താനുള്ള വലിയൊരു ഭാഗ്യം സാറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാർ ആ വിധേയനിലെ നായകനായി നിൽക്കുന്ന സമയത്ത് അന്ന് വില്ലൻ മമ്മൂക്കയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അന്ന് മമ്മൂക്ക താരപദവിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്താണ് ഒരു വില്ലൻ വേഷം ചെയ്യുന്നത്. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും വീണ്ടും വില്ലൻ വേഷങ്ങളാണ് വീണ്ടും തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പുള്ളി മിടുക്കനാണ്, ഭയങ്കര മിടുക്കൻ. അതുപോലെ തന്നെ ഈ റെൻഡറിങ്ങിന്റെ കാര്യത്തിൽ ഈ ഡയലോഗ് ഓരോ കഥാപാത്രത്തിനനുസരിച്ച് വിധേയനിലുള്ള റെൻഡറിങ് കണ്ടില്ലേ, മംഗലാപുരം കന്നഡ സ്ലാങ് പിടിച്ച. അപ്പൊ അത് ഷൂട്ടിങ്ങിൽ പോലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡബിങ് വന്നപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയി. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നതും അത് വിജയിപ്പിക്കുന്ന കാര്യത്തിലും പുള്ളി ഭയങ്കര മിടുക്കനാണ്. ബോൺ ആക്ടർ. ഇനി പറയൂ, മിണ്ടാതിരിക്കുന്ന സച്ചിൻ പറയൂ, സച്ചിന്റെ കഥാപാത്രം എന്താണ് സിനിമയിലെ? എന്റെ കഥാപാത്രത്തിന്റെ പേര് പ്രശാന്ത് എന്നാണ്. വളരെ പുതിയ പ്രശാന്തം. എന്റെ രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ മുഴുവനായിട്ടുള്ള ലീഡ് റോൾ ചെയ്യുന്ന ഇതിലാണ്. ആദ്യത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടാമത്തെ സിനിമയാണല്ലോ അല്ലേ? ഇത് മൂന്നാമത്തെ സിനിമ. പ്രശാന്താണ്. അപ്പം ഈ സിനിമയിൽ മെയിൻ ആയിട്ട് എന്താ പറയാ, ഒരു ട്വിസ്റ്റ് അല്ല, വഴിത്തിരി പോകുന്നത് ആ കഥാപാത്രമാണ്. അപ്പം എന്റെ കഥാപാത്രം കുറച്ചുകൂടെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളോട് താല്പര്യമുള്ള, അതിന്റെ പിന്നാലെ പോകുന്ന കഥാപാത്രമാണ്. പോയിട്ടാണ് ഇവരെയും കുറിച്ച് പോയിട്ടാണ് കഥ നടക്കുന്നത്. എങ്ങനെയാണ് ഇപ്പൊ സിനിമയിലേക്ക് എത്തുന്നത്? കിരാതയിലേക്ക് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്? സിനിമയിൽ എത്താൻ വേണ്ടി മോഡലിംഗ് ഫീൽഡിലേക്ക് വന്ന വ്യക്തിയാണ്. ചാൻസ് കിട്ടാൻ നോക്കാൻ. ചിലരൊക്കെ ബിഗ് ബോസിൽ എത്താൻ വേണ്ടി എത്തുന്നതാണ്. അവിടുന്ന് കുറച്ചൊരു പരിചയപ്പെട്ടു, അങ്ങനെ 2 സിനിമയും കിട്ടുന്നത്. അവിടുന്ന് പരിചയപ്പെട്ടാണ് റോഷനിയും ജിറ്റാനും. അങ്ങനെ ഞാൻ ചെയ്ത ഫസ്റ്റ് സിനിമയിൽ സെറ്റിൽ അവരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടിട്ടാണ് ഇതിലേക്ക് വിളിക്കുന്നത്. ഇപ്പൊ ഗോപകുമാർ സാറിന് ഇപ്പം സാറ് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലത്തെ ഒരു അഭിനയ ശൈലിയും അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുള്ള രീതി, അതിലെ അഭിനയ ശൈലി മാത്രമല്ല സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് വല്ലാത്ത രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സിനിമയായിട്ട് താരതമ്യേനെ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ സാറിന് തോന്നിയിട്ടുണ്ട്? വളരെ പ്രധാനമായിട്ടുള്ള സാങ്കേതികത്വമാണ്. ക്യാമറ മാറി, പണ്ട് ഇതല്ലേ ഫിലിമാണ്, ഇപ്പൊ അതിന് പകരം ഡിജിറ്റൽ ക്യാമറാസ്. അപ്പൊ അത് പണ്ട് ഈ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഷോട്ട് ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വലിയ പാടായി. അത് ഓക്കെ ആണെന്ന് നോക്കി പിന്നെ അത് ലാബിൽ കൊണ്ടുപോയി 3 മാസം കഴിഞ്ഞിട്ട് ഇത് അറിയാൻ പറ്റുള്ളത് ഓക്കെ ആണെന്ന്. എനിക്ക് അങ്ങനെ സംഭവിച്ചതാണ്. എന്റെ വിജയൻ അത് കർണാടകയിലാണ് ഷൂട്ട് ചെയ്തത്. അത് ഒരു ഷോട്ടില് സ്കൈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു ഇതില് ഫേസ് ഡാർക്കായി പോയി. അപ്പൊ അത് ആ ഷോട്ട് വേറെ എടുത്തേ പറ്റുള്ളൂ.
അതിനെന്ത് ചെയ്തു, അത് 3 മാസം കഴിഞ്ഞ് ഇത് തിരുവനന്തപുരത്ത് പോയി എല്ലാ ലാബിലും പോയി ചെക്ക് ചെയ്തപ്പോഴാണ് ഇത് ഈ ഷോട്ട് കുഴപ്പമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് പിന്നെ എടുക്കാൻ ഒരു ദിവസം അവിടെ റീഷൂട്ട് ചെയ്തു. സ്കൈ ബാക്ക്ഗ്രൗണ്ട് ആവേണ്ടി അവിടെ വെച്ച് ചെയ്യാം, അത് റീഷൂട്ട് ചെയ്തു, അവിടെ വെച്ച് റീഷൂട്ട് ചെയ്തു. അത് ഇപ്പോഴാണെങ്കിൽ അത് അപ്പം തന്നെ അറിയാം അത് കുഴപ്പമാണെന്ന് ആ ഷോട്ട്. അപ്പം തന്നെ അത് മിക്കവാറും എഡിറ്റിംഗ് വരെ ഇപ്പം ഓൺ സ്പോട്ട് നടക്കുകയില്ല. ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് അപ്പം തന്നെ അറിയാൻ പറ്റും. പണ്ടതല്ല അവസ്ഥ. വളരെ യാദൃശികമായിട്ടാണ് സിനിമയിലേക്ക് എത്തിയെന്ന് സാറ് മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. യാദൃശ്യം ഞാൻ എത്തിയതെല്ലാം നാടകത്തിൽ അഭിനയിക്കുന്നത് യാദൃശ്യമാണ്, ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ. പിന്നെ കഴിഞ്ഞിട്ട് സീരിയലിൽ അഭിനയിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല എപ്പോഴും എന്നെ എങ്ങനെ വിളിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആരോ വിളിച്ചു പോയി അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ചു. അപ്പോഴൊക്കെ നാടകം ചെയ്യുമ്പോഴും സീരിയൽ ചെയ്യുമ്പോഴും സിനിമയൊന്നും നമ്മുടെ സ്വപ്നത്തിലേ ഇല്ലായിരുന്നു. വിദൂരമായ സ്വപ്നങ്ങളിൽ പോലും സിനിമയില്ല. അതും യാദൃശ്യമായിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അതിനുശേഷം സ്റ്റേറ്റ് അവാർഡ് വാങ്ങുക, സ്റ്റേറ്റ് അവാർഡ് വെച്ചിട്ടുണ്ട്. അത് എന്താ 7 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെ, അപ്പം 5 പ്രാവശ്യം ടെലിവിഷന്, 2 പ്രാവശ്യം സിനിമയ്ക്ക് വേണ്ടിയായിട്ട്. അപ്പം അങ്ങനെ അത്രയും യാദൃശികമായിട്ട് എത്തിയ ഒരാൾക്ക് ഇത്രയും വലിയ ഉയരങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം. പ്ലാൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് പോലും അത്രയും ചിലപ്പോൾ പറ്റുന്നില്ല. അത് എനിക്ക് സത്യം പറയുന്നത് ജാടയാണെന്ന് തോന്നുന്നു. ശരിക്കും ഞാൻ അഭിനയിക്കുന്നില്ല, ഓരോ കഥാപാത്രത്തിനനുസരിച്ച് പെരുമാറുന്നതേ ഉള്ളൂ. അതങ്ങനെയാ വേണ്ടത്. ഇപ്പൊ നാച്ചുറൽ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്റെ നാച്ചുറൽ ആക്ടിങ് അല്ല വേണ്ടത്. ആ കഥാപാത്രത്തിനൊരു നാച്ചുറൽ ഇതുണ്ടാവും, സ്വഭാവം ഉണ്ടാവും. അതിനനുസരിച്ചുള്ള ആക്ടിങ് ആണ് വേണ്ടത്. ഞാൻ എൻ്റെ സ്വഭാവത്തിന് എൻ്റെ ഇതിനനുസരിച്ചുള്ള നാച്ചുറൽ ആക്ടിങ് ചെയ്താൽ എല്ലാ ക്യാരക്ടറും ഒരുപോലെ ഇരിക്കും, മാറുന്നുള്ള ഇത് എല്ലാത്തിലും കാണും. പക്ഷെ കഥാപാത്രത്തിനനുസരിച്ച് ഞാൻ മാറുമ്പോൾ, എൻ്റെ മൂഡ് മാറ്റുമ്പോൾ, എൻ്റെ ഡയലോഗ്, എൻ്റെ ഡെലിവറി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ മാറ്റുമ്പോൾ അത് നാച്ചുറൽ. അതാണ് അതിൻ്റെ നാച്ചുറൽ. ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മൾ വർത്തമാനം പറയും പോലെ പറഞ്ഞാൽ അഭിനയം അല്ല. എല്ലാം സ്റ്റൈലൈസ്ഡ് ആണ് ആക്ടിങ്. നാച്ചുറൽ എന്ന് പറയുന്നത് ഇല്ല, സ്റ്റൈലൈസ്ഡ് ആണ്. സ്റ്റൈലൈസ്ഡ് ഫോർ ദ ക്യാരക്ടർ. സാറൊക്കെ പറഞ്ഞ് ഇത്തരം ടീച്ചിങ്സുകളോ അല്ലെങ്കിൽ പാഠങ്ങളോ ഒക്കെ ഇപ്പം നരേന്ദ്രപ്രസാദ് സാറിന്റെ ആദ്യകാലത്ത് ആ നാടകങ്ങളൊക്കെ സാറിന് അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും. ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നരേന്ദ്രപ്രസാദിന്റെ നാട്യഗൃഹം എന്ന് പറഞ്ഞ ഒരു നാടക സംഘം ഉണ്ടാക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടിയാണ്. നരേന്ദ്രപ്രസാദ്, ഞാൻ, മുരളി പിന്നീട് വന്നതാണ്. പിന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്ത്. അങ്ങനെ ഞങ്ങളെല്ലാം 4-5 അരിയാര് എന്ന് പറഞ്ഞൊരു സാറും സാറിന്റെ ഒരു സുഹൃത്തും കൂടി ഫോഴ്സ് ചെയ്തിട്ടാണ് സാറിനെ കൊണ്ട് ആദ്യമായിട്ട് തിരക്കഥ എഴുതി അതൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഞങ്ങളെ കൂടെ പോയി നിർബന്ധിച്ചിട്ടാ. പുള്ളി എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അത് പറ്റില്ല, നിങ്ങളെ നാടകം ഞങ്ങൾ കളിക്കുന്നുള്ളൂ എന്ന് വാശി പിടിച്ച് അങ്ങനെ എഴുതിയതാണ് ആദ്യത്തെ നാടകം. നരേന്ദ്രപ്രസാദ് എഴുതുന്ന ആദ്യത്തെ നാടകം അതാണ്, ഈ 3 പ്രഭുക്കന്മാർ എന്ന് പറയുന്ന നാടകം. അപ്പൊ അതിൽ നിന്ന് വളർന്ന് ഇപ്പൊ 7 സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ഒരു സാഹചര്യം വരെ എത്തുന്നു. സന്തോഷമാണ്. അത് ഈ നേട്ടങ്ങൾ മാത്രമല്ല, കോട്ടങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ഒരു ലോകോത്തരമായ ഒരു ഇത് നഷ്ടപ്പെട്ടില്ല. അപ്പം നേട്ടങ്ങളും ഉണ്ടാവും, നഷ്ടങ്ങളും ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം. അത് നേട്ടങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും, നഷ്ടങ്ങളിൽ ഒരുപാട് വിഷമിക്കുകയും ചെയ്യും. അൻവറിനൊക്കെ എന്താണ് ഇപ്പം സിനിമയിലേക്ക് ഇപ്പൊ എത്തിയ ശേഷം അടുത്ത പ്ലാൻസുകൾ എന്താണ്? ബിഗ് ബോസ് സിനിമയെക്കാളും നല്ലതാണ് ബിഗ് ബോസ് തോന്നുന്നുണ്ട്. അങ്ങനെയല്ല, തോന്നാൻ ബിഗ് ബോസിൽ അത്രത്തോളം പ്രാധാന്യമാണ് ബിഗ് ബോസ്. എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര, കാരണം ഞാൻ ഫസ്റ്റ് സീസൺ മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അത് കണ്ട് അതിലോട്ടൊരു ക്രേസ് ആയിപ്പോയി. നല്ല ആളാണ്, ആൾക്ക് സെയിം തോട്ടാണ്. ഐ ലൈക്ക് ബിഗ് ബോസ്. ഈവൻ ഞാനും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് എപ്പിസോഡ് 7th സീസൺ വരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്കൊന്നുമില്ല. ഐ ലൈക്ക് ടു ഗോ ഇൻ ദേർ. പ്രൈമറി മോട്ടീവ് എന്താണ് ബിഗ് ബോസിനോട് ഇത്ര? നീ പറ. നിനക്ക് സച്ചിൻ പറ. അല്ല, എനിക്ക് ഞാനത് കണ്ട് ഞാൻ ചില സമയത്തൊക്കെ 24/7 ചുമ്മാ ഇരുന്ന് കാണും. ലൈവൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ക്രേസ് ആണ്. അത് തന്നെയാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഒന്ന് അഡിക്റ്റ്, ഇപ്പൊ ചിലര് ഗെയിം കളിക്കുമ്പോ അതിലോട്ട് അഡിക്റ്റ് ആവും. അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവമായാലും സിനിമ ആയാലും എന്തായാലും ഒരു അഡിക്ഷൻ ഉണ്ടാവും. അതുപോലെ ഒരു ചെറിയൊരു അഡിക്ഷൻ, ഒത്തിരി അല്ല, അമിതമായാൽ അമൃതം വിഷ, അതുപോലെ അല്ല, എന്നാലും ഒരു പരിധി. അല്ല, സിനിമയെക്കാളും എന്തായാലും ബിഗ് ബോസ് അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. സിനിമ തന്നെയാണ് ബെറ്റർ. ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓക്കെ എനിക്ക് ബിഗ് ബോസിലേക്ക് എത്തണം, ഓക്കെ ഫൈൻ,
അതിലേക്ക് എനിക്ക് സിനിമയിലെത്തി അഭിനയം പഠിക്കണം എന്ന് തോന്നിയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? എനിക്ക് അവിടെ അഭിനയം വേണോ ബിഗ് ബോസിൽ? അങ്ങനെ പറഞ്ഞോ നീ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സിനിമയിൽ വരുന്ന എന്തിനാ? സിനിമ വരുന്ന ആക്ട് ചെയ്യാൻ. അതല്ലേ ആക്ടിങ് ആക്ടിങ് അവിടെ വേണമല്ലോ. ആക്ട് എല്ലായിടത്തും ആക്ട് ചെയ്ത് നിക്കേണ്ടി വരും. ചില സ്ഥലത്ത് നമ്മൾ റിയൽ ആയിട്ട് നിക്കേണ്ടി വരും. നീ പെട്ടെന്ന് ക്യാൻസൽ ഈ ക്വസ്റ്റ്യൻ വേറെ. അതിലെന്താണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു അവൾക്ക് ആഗ്രഹം അതൊന്നാമത് കാര്യമാണ്. അല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് സീസൺ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. എനിക്ക് തന്നെ എന്നെ ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഞാൻ 100 ദിവസം എനിക്കൊരു ഫോൺ ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റും. ഐ കാൻ ട്രൈ ഇറ്റ് ഹിയർ. ഇഫ് ഐ ഗോ ദർ ഇസ് ലൈക്ക് ഒരു മാൻഡേറ്ററി ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, വേറെ വഴിയില്ല. ഐ ഹാവ് ടു സർവൈവ് ദർ. അങ്ങനെ ഒരു അതന്നെ അവര് 10 ദിവസം വേണ്ട. ഇവള് ഫസ്റ്റ് ഡേ ഇറങ്ങിക്കോന്ന് എനിക്ക് ആങ്കർ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ അഗ്രഷനിൽ തന്നെ വെക്കാറും ഇവരൊക്കെ പോലെ ഇല്ല. പക്ഷെ ഐ വോണ്ട് ടു ട്രൈ ദാറ്റ്. എനിക്ക് എത്ര പിടിച്ചെക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ മൈൻഡ് ഗെയിം ആസ് എവരിവൺ സേസ്. അതൊരു മൈൻഡ് ഗെയിം ആണ്. നമുക്ക് ആ ഒരു സംഭവം ഗോ ത്രൂ ലൈക്ക് അവരൊക്കെ എങ്ങനെ ഗോ ത്രൂ ചെയ്ത് അതേപോലെ എനിക്കും ഗോ ത്രൂ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ആകാംക്ഷ. എൻഡ് ഓഫ് ദ ഡേ എനിക്ക് മൂവി സീരിയൽ ഏതായാലും ഐ ഹാവ് ഡൺ വൺ സീരിയൽ ടു. എനിക്ക് സീരിയലാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഐ ലൈക്ക് ഇറ്റ്. ഇപ്പോഴാണെങ്കിൽ ഞാൻ വെബ് സീരീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ബിഗ് ബോസ് ഇസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ്. ലൈക്ക് ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ്. നോട്ട് ലൈക്ക് എൻ്റെ ഡ്രീം അതാണെന്നുള്ള രീതിയിലല്ല. മലയാളം അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എൻ്റെ മെയിൻ പ്രൊഫഷൻ ഇറ്റ് വിൽ ബി മോഡലിംഗ്. മോഡലിംഗ് കഴിഞ്ഞിട്ടാണ് ആക്ടിങ് വരുന്നത്. ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നാൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഷോട്ട്. വരൂല. എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ബിഗ് ബോസ് ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സച്ചിന്റെ സിനിമാ മോഹങ്ങൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി പാവുന്നത് അവന്റെ മാരേജാണ്. മാരേജിന് തൊട്ട് മുന്നേ ആണ് മൂവി റിലീസ് ചെയ്യുന്നത്. എന്നാണ് അപ്പൊ നമുക്ക് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്നാണ് റിലീസ്, എന്താണ് പറയാനുള്ളത്? പറയൂ. ഓരോരുത്തരായിട്ട് അവിടെ നോക്കട്ടെ. പറഞ്ഞു പറഞ്ഞു. നിങ്ങൾക്കൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരിക്കും. കൗതുകമുള്ള രീതിയിൽ ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. അപ്പൊ എല്ലാവരും കാണാം. പുതുമുഖങ്ങളാണ്. ഞങ്ങൾക്കറിയാം കുറച്ച് കുറെ പരിമിതികളുണ്ട്. സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും കാണേണ്ട സിനിമയാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമ്മൾ ഭയങ്കര പാചകം അടിക്കുമ്പോഴും നമ്മൾ ഭയങ്കര അഭിമാനിക്കുമ്പോഴും നമ്മളിപ്പോൾ എവിടെയാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ഒരു ഉപാധിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ജനുവരി 23-ാം തീയതി ഇത് നിങ്ങളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്, നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ വീടിനടുത്ത് ഒരു തിയേറ്ററിൽ ഈ സിനിമ ഉണ്ടാവും. എല്ലാവരും ചെന്ന് കാണണം, അഭിപ്രായം പറയണം. എനിക്ക് എന്നെ നിങ്ങൾ അനുഗ്രഹിച്ചതെങ്കിലും കുഴപ്പമില്ല. ഇവരെല്ലാം ഒരുപാട് ഭാഗ്യമുള്ളവരാണ്. ഞാൻ പറയണം. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്താ നീ നോക്കല്ലേ ചുമ്മാ ഇരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്കമിങ് ആക്ടേഴ്സ് ആണ്. സോ സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ഉള്ള ആ ഒരു ഇത് നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ എന്തായാലും. സോ എല്ലാവരും മൂവി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമ്മൾ ഈ ഒരു മൂവി ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാണ്. നരബലി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. സോ ഇക്കാലഘട്ടത്തിലും ഇപ്പോൾ നോർത്തിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും 100% ലിറ്ററസി എന്ന് പറഞ്ഞിരിക്കുന്ന കേരളത്തിലും ഇത് നടന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴും നമുക്ക് അത്ഭുതമാണ്. സോ അങ്ങനത്തെ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കാരണം എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഏത് രീതിയിൽ നമ്മൾ മാറ്റി ചിന്തിക്കണം അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഇതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആൻഡ് നമ്മൾ കുട്ടികൾ എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനൊരു ചെറിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ആ രീതിയിലൊക്കെ വരുമ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് മൂവി ടു വാച്ച്. നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് എടുക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കും. ഇതിൽ ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ക്രൈം ഉണ്ട്, ത്രില്ലിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തീംസ് ഉള്ളടങ്ങിയിട്ടുള്ളൊരു മൂവിയാണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു മൂവി തന്നെയാണ്. ആൻഡ് നമ്മളൊക്കെ ഫസ്റ്റ് ടൈം അഭിനയിച്ചിട്ടുള്ളൊരു മൂവി ആയതുകൊണ്ടും
ഇത്രയും സുന്ദരിയും സുന്ദരന്മാരായിട്ടുള്ള എല്ലാവരും ഉള്ളപ്പോ നമ്മളൊക്കെ അഭിനയിച്ചിട്ടുള്ള സുന്ദരി ഇവളല്ല, സുന്ദരി സാറുണ്ട്. ഓക്കെ, ഞങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മള് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച്. പ്രസംഗമല്ല ഉദ്ദേശിച്ചു, മറ്റേ ലിസ്റ്റ് എഴുതി പഠിച്ചു. എന്തായാലും കിരാത ഒരു വലിയ വിജയമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.